ഇപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്, അതുകൊണ്ട് നേരത്തെ എണീറ്റ് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, മെഡിക്കൽ കോളേജിലേക്ക് കുറച്ച് പൊതിച്ചോറ് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അമ്മ പറയാറുണ്ട് ഇടയ്ക്കൊക്കെ ഇവർ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പാർട്ടിക്കാർ കൊണ്ടുവന്നതാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ വീടുകളിൽ നിന്നൊക്കെ ഇങ്ങനെ പൊതിച്ചോറ് കെട്ടിയിട്ട് കൊടുക്കാറുണ്ട് എന്നാണ് പറയണത്. അങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറിക്കായിട്ട് ഏട്ടൻ്റെ ഞാൻ ഇന്നലെ തന്നെ കുറച്ച് കഷ്ണങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ചിരങ്ങിയും പടവലങ്ങിയും മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞപ്പോഴാണ് പരിപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പരിപ്പ് ഏട്ടൻ മേടിച്ച് കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ച് അതവിടെ മാറ്റി വെച്ചു. കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് ഉപ്പേരി വെക്കാൻ വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ പരിപാടികൾ തുടങ്ങി കേട്ടോ. പിന്നെ ഏട്ടൻ നീക്കുമ്പോൾ പരിപ്പ് കൊണ്ടുവന്നിട്ട് വേണം കറി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാ കോവയ്ക്ക കുറച്ച് ഉള്ളിയൊക്കെ വാട്ടിയിട്ട് ഞാൻ അതിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഞാൻ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ പച്ചമുളക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഏട്ടൻ നീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ എന്നോട് പറഞ്ഞു എന്തിനാ ഇത്ര നേരത്തൊക്കെ എഴുന്നേറ്റത്, വല്ലപ്പോഴും മാത്രമേ ഈ സമയത്ത് കാണാറുള്ളൂ എന്നെ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചോദിച്ചത്. അങ്ങനെ ഏട്ടൻ പോയിട്ട് പരിപ്പ് വാങ്ങിക്കൊണ്ടുവന്നു. ഞാനത് ആ കഷ്ണങ്ങളിലേക്ക് പരിപ്പൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂട്ടത്തിൽ തന്നെ തക്കാളി, ഒരു ചെറിയ തക്കാളി, ഒരു വലിയ തക്കാളിയും, കുറച്ചധികം തന്നെ കറി വെക്കണമല്ലോ. അങ്ങനെ ഞാനിതാ കുറച്ച് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകും, പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനതാ അവിടെ വേവാൻ വേണ്ടിയിട്ട് അത് വെച്ചിട്ടുണ്ട്. കുറച്ച് പുളിയും കൂട്ടത്തിൽ തന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. എളുപ്പപ്പണിയായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കോവയ്ക്കുപ്പേരി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനതവിടെ വാങ്ങി വെച്ചു. പിന്നെ പൊതിച്ചോറെന്ന് പറഞ്ഞാൽ അതിലൊരു ചമ്മന്തി എന്തായാലും വേണമല്ലോ. അപ്പം ഞാൻ കുറച്ച് തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പുളിങ്ങിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതാ തേങ്ങ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ചമ്മന്തി അവിടെ റെഡി ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് കറിക്ക് ആവശ്യമുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ വളരെ പെട്ടെന്നാണ്. പിന്നെ കൂട്ടത്തിലൊരു മുട്ട വെക്കാമെന്ന് വിചാരിച്ചു. മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ മുട്ട പുഴുങ്ങി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാനിതാ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. കൂട്ടത്തിലൊരു പൊട്ടിയ മുട്ട ഉണ്ടായിരുന്നു, അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ നല്ല മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ഞാനിതാ ചമ്മന്തിയൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ അവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ അവിടെ വെന്തു. അപ്പോൾ ഞാൻ അരച്ച് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ കറിയിലേക്ക് നാളികേരം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കറി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാനതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. കുക്കറിൻ്റെ പിടി അപ്പോഴേക്ക് ഇളകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്നിട്ട് അത് വറുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ കറിയും ഇവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഏകദേശമൊക്കെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരാൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണല്ലോ, അപ്പോൾ നമ്മുടേതായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാഴയിലൊക്കെ കിട്ടി. അത് പൊതിയാൻ വേണ്ടി പേപ്പറൊക്കെ എടുത്തു. അതിലൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് വാഴയിലൊക്കെ വാട്ടി ഞാനിതാ ചോറ് വിളമ്പാൻ തുടങ്ങി. ആദ്യം ചോറ് ഇട്ട് കൊടുത്തു. എനിക്ക് അളവ് എത്ര ഇടണമെന്ന് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനൊരു 4 കയ്യിൽ ചോറാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് കൂട്ടത്തിൽ തന്നെ നമ്മുടെ തേങ്ങ ചമ്മന്തി ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പേരി ഒരു സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒന്നിൻ്റെ അളവൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഒരു വിധത്തിൽ എൻ്റെ ഒരു ഊഹത്തിന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കൂട്ടത്തിൽ തന്നെ സൈഡിൽ ഞാനൊരു കടുമാങ്ങച്ചാറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് കടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ കറി ഞാൻ സെപ്പറേറ്റ് ഇതുപോലൊരു കവറിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് സെപ്പറേറ്റായിട്ട് ഒഴിച്ച് കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ടത് റബ്ബർ പാൻ്റൊക്കെ എടുത്ത് ഞാൻ കെട്ടിയിട്ട് ഭദ്രമായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കൂട്ടത്തിൽ തന്നെ മുട്ട ഞാൻ വേറൊരു ഇതുപോലൊരു പാക്കറ്റിൽ ഇട്ടിട്ട് കൊടുക്കുകയാണ്. ചിലപ്പോൾ മുട്ട ഒന്നും കഴിക്കാത്ത ആൾക്കാർക്കാണ് കിട്ടണമെന്ന് വെച്ചാൽ പണി കിട്ടുമല്ലോ ചോറിൻ്റെ കൂട്ടത്തിൽ വെച്ചാൽ. അപ്പോൾ ഞാനിതാ മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ വേറൊരു പാത്രത്തിലാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 3 പൊതിച്ചോറാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ രണ്ടാമത്തെ പൊതിയും കൂടിയും ഇവിടെ ആക്കി കൊടുക്കുന്നുണ്ട്. സെയിം അതേ അളവിൽ തന്നെ അതേ സാധനങ്ങൾ തന്നെ ഇട്ടിട്ട് രണ്ടാമത്തെ പൊതിച്ചോറ് ഞാനിവിടെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതും കൂടി സെറ്റാക്കിയിട്ട് ഞാൻ മൂന്നാമത്തെയും കൂടിയും റെഡിയാക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട്. അങ്ങനെ
ഒരു 8 മണിക്ക് മുന്നേ തന്നെ എൻ്റെ എല്ലാ കറികളും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 മണിക്ക് ഇവർ വന്നിട്ട് കൊണ്ടുപോകുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചേട്ടന്മാർ. അപ്പം ഞാനൊരു 9:30 ആയപ്പോഴാണ് കേട്ടോ പൊതി കെട്ടാൻ തുടങ്ങിയത്. അങ്ങനെ 3 പൊതികളും റെഡിയായി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവർ വന്ന കൈയോടെ അത് എടുത്ത് കൊടുക്കേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പം എന്തായാലും അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ എത്തട്ടെ എന്ന് വിചാരിക്കണു. കൂട്ടത്തിൽ തന്നെ എനിക്കും ഏട്ടനും കൂടെ ഓരോ പൊതിച്ചോറ് ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനാണെങ്കിൽ ഇന്ന് നേരത്തെ വരേണ്ട ദിവസം കൂടെ ആയിരുന്നു. അപ്പോൾ പൊതിച്ചോറ് സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഏട്ടന് പൊതിച്ചോറ് ഹോസ്പിറ്റലിലേക്ക് കൊടുക്കണ കാര്യം അറിയാം, പക്ഷേ ഏട്ടന് കെട്ടി വെക്കണ കാര്യം അറിയില്ല കേട്ടോ. അങ്ങനെ 10 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടന്മാരൊക്കെ വന്നിട്ട് അത് കൊണ്ടുപോയി കേട്ടോ. കൊണ്ടുപോയി അങ്ങനെ എൻ്റെ പണികളും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഞാൻ എൻ്റെ പൊതിച്ചോറ് തുറന്ന് നോക്കി കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വല്ലപ്പോഴും അല്ലേ ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ.